നാളെ നിനക്കും ഇത് കടന്നു വരാനുണ്ട്. നീ തയ്യാറെടുത്തോ, നീ ഒരുങ്ങിക്കോ. ഇതൊക്കെ പഠിച്ച് നിന്റെ ഈമാനിനെ ഉറപ്പിച്ചോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇതൊക്കെ വെറുതെ എഴുതി വെച്ചതല്ല, ഹദീസിന്റെ കിതാബുകളിൽ വെറുതെ എഴുതി വെച്ചതല്ല, ചരിത്രങ്ങളെ വായിക്കുന്നത് പോലെ വായിച്ച് കളയാറല്ല. ഇതൊക്കെ നിനക്ക് പാഠമാ സഹോദരാ, ഇതൊക്കെ നിനക്ക് പഠിക്കാരാ, ഇതൊക്കെ നിനക്ക് പഠിക്കാരാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ രാത്രിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ അകത്തിരിക്കുകയാണ്. അലിയാർ തങ്ങൾ മുത്തുനബിയുടെ കൂടെയുണ്ട്. വീടിന്റെ ചുറ്റുഭാഗം മുഴുവനും ശത്രുക്കൾ വലയം ചെയ്തിരിക്കുകയാണ്. പ്രവാചകൻ വീടിന്റെ വെളിയിൽ ഇറങ്ങിയ മുത്തുനബിയുടെ തല വെട്ടി മുറിക്കാൻ ഒരു പിടിച്ച വാളുമായിട്ട് ശത്രുക്കൾ മുഴുവനും വീടിന്റെ പുറത്തിങ്ങനെ കാത്തു നിൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ ചുറ്റുഭാഗത്ത് എല്ലാ ശത്രുക്കളും ഓരോ വിഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്തവരുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ തലയെടുക്കാ വീട് വളർന്നിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഒരു മുസ്ലിം ചിന്തിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാ. ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോ, ആദ്യം നീ വിശ്വാസിയാകടാ, ആദ്യം നീ ഈമാനുള്ള മനുഷ്യനാകൂ. പ്രായം കുറെ നിനക്കായില്ലോ, 40, 50, 60 കൊല്ലം കൊണ്ട് മുസ്ലിമായി നിസ്കരിച്ച് ജീവിക്കുന്നവനല്ലേ, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവനല്ലേ, നിനക്ക് ഇതുവരെ ഈമാൻ ഉറച്ചില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് മുഴുവനും ശത്രുക്കൾ വളർന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ട് പറഞ്ഞു, മുത്തുനബിയേ, ശത്രുക്കൾ വീട് വലയം ചെയ്തിരിക്കുകയാണ് നബിയേ, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയുമോ? അങ്ങ് യാത്രയ്ക്ക് വേണ്ടി വീടിന്റെ വാതിൽ തുറക്കുമ്പോ ഒരു പിടി മണ്ണ് വാരണേ നബിയേ, ഒരു പിടി മണ്ണ് വാരണേ നബിയേ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. ഈ ആയത്തറിയാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനിലെ ആയത്തല്ലേ. ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല, ഇതൊക്കെ വെറുതെ പറഞ്ഞതല്ല. നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ റബ്ബല്ലേടാ ചങ്ങാതി, എന്തിനാ നീ ഭയപ്പെടുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരിയിട്ട് ഈ ഖുർആനിലെ ആയത്തോതിയിട്ട് ഒന്ന് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി നടന്നു പോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുമ്പോ മുത്തുനബിയുടെ ചാരത്ത് വന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീട് മുഴുവനും രാത്രി മുഴുവനും ശത്രുക്കൾ വലഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടല്ലോ, അവിടെ നിന്ന് വിളിക്കുന്നു, അലിയേ, നിനക്ക് പേടിയുണ്ടോ അലിയേ? ഞാൻ കിടന്ന സ്ഥലത്ത് നിനക്ക് കിടക്കാൻ കഴിയുമോ? അലിയാർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ എന്തിനാ പേടിക്കുന്നത്? എനിക്ക് എന്തിനാ നബിയെ പേടിയുള്ളത്? ഞാൻ കിടക്കാൻ നബിയോ, ഞാൻ കിടക്കാൻ നബിയോ. അല്ലാഹുവിന്റെ പ്രവാചകന് കടന്നിരുന്ന സ്ഥലത്ത് അലിയാർ തങ്ങളെ പിടിച്ചു കൊടുത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ കവാടം തുറക്കുമ്പോ ഒരു പിടി മണ്ണ് വാരുകയാ. ആറ്റം ബോംബായിരുന്നില്ല, AK-47 ആയിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ഒരു പിടി മണ്ണാ വാരിയത്. അല്ലാഹുവിന്റെ റസൂൽ ഒരു പിടി മണ്ണ് വാരി. എന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനിലെ ഈ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ വീടിന്റെ വെളിയിലേക്ക് ഒറ്റയേറാ. സുബ്ഹാനല്ലാഹ്, ഊരി പിടിച്ച വാളുമായിട്ട് മുത്തുനബിയുടെ വീട് മുഴുവനും വളഞ്ഞിരുന്നവരുടെ കണ്ണിന്റെ മുന്നിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി ഓടിയില്ലടാ ചെറുപ്പക്കാരാ. മുത്തുനബി അവന്മാരുടെ കണ്ണിന്റെ മുകളിലൂടെ, അവന്മാരുടെ കണ്ണിന്റെ മുന്നിലൂടെ നെഞ്ചു വിരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി നടന്നല്ലോ. മുത്തുനബി അവരുടെ